ഒരുപക്ഷെ മമ്മൂട്ടിയുമായി ചേർന്നുകൊണ്ടായിരിക്കും MT കൂടുതൽ ചിത്രങ്ങൾ ചെയ്തതെങ്കിൽ പോലും മോഹൻലാൽ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായി അടുപ്പം പുലർത്തിയിരുന്നു. മോഹൻലാലിൻ്റെ നാടകങ്ങൾ കാണാൻ വരെ MT പോയിരുന്നു. കോഴിക്കോട് പലപ്പോഴും സൗഹൃദ സന്ദർശനം നടത്താറുണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയാം MT ചിത്രങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് MT മമ്മൂട്ടി കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. പക്ഷേ മോഹൻലാലുമായുള്ള ഇഴയടുപ്പം അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ അത് പൂർത്തിയാക്കാൻ പോലും കഴിയാത്ത വിധം ദുഃഖം താളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മളവിടെ കാണുന്നത്. മോഹൻലാൽ അല്പസമയം മുമ്പാണ് MTയുടെ കൊട്ടാരം റോഡിലുള്ള സിതാര വീട്ടിലെത്തി MT അവസാനമായി കണ്ടത്. അതിവൈകാരികമായ ബന്ധം മോഹൻലാലിന് MT വാസുദേവൻ നായരുമായിട്ടുണ്ട്. അത് മമ്മൂട്ടിയുമായിട്ടുമുണ്ട്. MT വാസുദേവൻ നായർക്ക് ഈ രണ്ടുപേരുടെയും എണ്ണം പറഞ്ഞ ചില കഥാപാത്രങ്ങൾക്ക് ദൃശ്യഭാഷ്യം നൽകിയത് മോഹൻലാലും മമ്മൂട്ടിയും തന്നെയായിരുന്നു. അത് മോഹൻലാലിനെ സംബന്ധിച്ചാണെങ്കിൽ മമ്മൂട്ടിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ MT ചെയ്തിട്ടുള്ളത്. പക്ഷേ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മക്കളെ പോലെ തന്നെയാണ് MT കണ്ടിരുന്നത് എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. അതിൽ മോഹൻലാലിനോടുള്ള ഒരടുപ്പം അത് എത്രമാത്രമുണ്ട് എന്നുള്ളത് മോഹൻലാലിൻ്റെ വാക്കുകളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു പറയുമ്പോൾ. എന്തായാലും ഇന്നലെ രാത്രി മരണം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ഇന്നലെ മോഹൻലാലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം സംവിധാനം നിർവഹിച്ച സിനിമ പുറത്തിറങ്ങിയ ദിവസമാണ്. എന്നിട്ട് പോലും ആ രാത്രി അദ്ദേഹം MTയുടെ മരണം അറിഞ്ഞ് താണ്ടി കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രമാത്രമാണ് അവർ തമ്മിലുള്ളൊരു ബന്ധം എന്നുള്ളത്. മോഹൻലാലിൻ്റെ ചില കഥാപാത്രങ്ങൾ, പഞ്ചാഗ്നിയിലെ റഷീദ് എന്ന് പറയുന്ന കഥാപാത്രം മോഹൻലാലിന് എത്രമാത്രം പ്രസക്തമാണ്. ആ കാലഘട്ടത്തിൽ അത് വലിയ വിജയമായതും ആ റഷീദ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെ MT പരുവപ്പെടുത്തിയെടുത്തത് എങ്ങനെയാണ് എന്നുള്ളതുമെല്ലാം തന്നെ കേരളം കണ്ടതാണ്. ആ റഷീദ് എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴും സാഗരങ്ങളെ എന്ന് പറയുന്നൊരു പാട്ട് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ആ റഷീദിൻ്റെ മുഖമാണെങ്കിൽ അതിന് പിന്നിൽ MT എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അമൃതംഗമയ എന്ന് പറയുന്നൊരു സിനിമ അതുപോലെ തന്നെയാണ്. അമൃതംഗമയ എന്ന് പറയുന്നത് സമകാലികമായി ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയായിട്ട് കൂടി അതിനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. റാഗിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വിപത്തിനെ മലയാള സിനിമയിലൂടെ ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് അമൃതംഗമയയിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായ ഡോക്ടർ ഹരിദാസിനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മോഹൻലാലും പാർവതിയും എല്ലാം അഭിനയിച്ചിരിക്കുന്ന സിനിമയിൽ റാഗിങ്ങിലൂടെ ഒരു യുവ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥ, പിന്നീട് അതിൻ്റെ പ്രായശ്ചിത്വം പേറി ജീവിക്കേണ്ടി വരുന്ന ഡോക്ടർ ഹരിദാസിൻ്റെ കഥ പറഞ്ഞ അമൃതംഗമയ, അതും MTയുടെ തിരക്കഥയിൽ മോഹൻലാൽ അഭിനയിച്ച സിനിമയായിരുന്നു. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പല ഘട്ടങ്ങളിലായി പറഞ്ഞു പോയൊരു സിനിമയാണ് സതയം. സതയത്തിലെ സത്യനാഥൻ എന്ന് പറയുന്നൊരു കഥാപാത്രം പെൺകുട്ടികളെ കൊല്ലുകയും അതിന് സ്വയം ഭാഷ്യം ചമയ്ക്കുകയും അവസാനം മരണം കാത്തു കിടക്കുകയും ചെയ്യുന്ന സത്യനാഥൻ. ആ സത്യനാഥനെ എത്ര മനോഹരമായാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് വെള്ളിത്തിരയിൽ എന്നുള്ളത് കേരളം കണ്ടൊരു കാര്യമാണ്. സിബി മലയിലിൻ്റെ സംവിധാന മികവും MTയുടെ തിരക്കഥയും കൂടെ ചേർന്ന കഥാപാത്ര സൃഷ്ടി കൂടിയായിരുന്നു അതെന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ എത്ര കഥാപാത്രങ്ങൾ ചെയ്തു എന്നതിനേക്കാൾ അപ്പുറം അവർ തമ്മിലുള്ളൊരു ആത്മബന്ധം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ നിമിഷങ്ങളിലെല്ലാം കാണുന്നത്.